അസ്സലാമു അലൈക്കും. സുറൂരിസത്തിൽ നിന്ന് ഹാക്കിമിയത്തിലേക്ക് എത്തി വിചാരിക്കുന്നത് ഇപ്പോഴത്തെ അഹിമാർ അവർ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് ഉണ്ടാക്കുന്ന ചെറിയൊരു ഡാമേജുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകളാണ് നമ്മളിത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചത്. പക്ഷെ പഠിക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയാണ് ഇതിൻ്റെ ആശങ്കകൾ എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ വളരെ ഡെപ്തിൽ ഇത് പഠിച്ച് പോകണം. അപ്പോഴാണ് ഇതിനെ ചെറുക്കേണ്ടതുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ ചർച്ച ചെയ്ത് നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് തുടങ്ങിയ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ആളുകൾ. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകളുണ്ടല്ലോ, അവർ എങ്ങനെയൊക്കെയാണ് ഓരോ സംഘങ്ങളിലേക്ക് കടന്നു കൂടുന്നത് എന്ന് മൗലവി വളരെ വിശാലമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ചു. ലെഗസി ഓരോ പ്രസ്ഥാനത്തിൻ്റെ ഓരോ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ലെഗസി അത് കെ എം മൗലവിയും വക്കം മൗലവിയും തുടങ്ങിയ മഹാരഥന്മാരായ ആളുകൾ കൃത്യമായിട്ട് സലഫിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിതെടുത്ത ലെഗസിയാണ്. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അവിടെ ഉണ്ടാവും, അതിൻ്റെ ലെഗസി ചോർന്നു പോയിട്ടുണ്ടാവും പുതിയ തലമുറകൾക്ക്. നോക്കുമ്പോൾ മുജാഹിദ് എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ഒരു ലെഗസിയെ കൊല്ലുക, അതിനില്ലാതാക്കുക, ഇതാണിപ്പോൾ ഫലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോലും ഒരു ഷിഈ വിഷയത്തിലോ ഇറാൻ വിഷയത്തിലോ ഒരേകഭിപ്രായത്തിലെത്താൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ഭിന്നസ്വരം പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ ലെഗസിയെ അവർ കൈവച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലുള്ള ആളുകൾ ഈ വിഷയം പൊളിറ്റിക്കലി നമുക്ക് ശരി നീതി എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പറയേണ്ട അഭിപ്രായത്തിനപ്പുറം ഇത്തരം ഐഡിയോളജിക്കൽ സൊസൈറ്റിയെ, ഷിഈസം പോലെയുള്ള ഐഡിയോളജിക്കൽ സൊസൈറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അതിനെപ്പറ്റി പോലും സംസാരിക്കണ്ട, ഇപ്പോൾ അതിനെപ്പറ്റി പോലും മിണ്ടണ്ട എന്ന് നമ്മൾ പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് ഈ നമ്മുടെ ലെഗസിയെ അവർ അതിനെ കാർന്ന് തിന്നുന്നു എന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ പരസ്യമായിട്ട് അഹിമാരെന്നറിയപ്പെടുന്ന വ്യത്യസ്ത പേരിൽ അറിയപ്പെടും. ചിലർ അവരെ ദമ്മാജികൾ എന്ന് വിളിക്കും, അസരിയാക്കൾ എന്ന് വിളിക്കും. അഹിമാരെന്ന് അവർ സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യും. അവർ പരസ്യമായിട്ട് ഹാക്കിമിയത്ത് പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനം സയ്യിദ് അബുൽ ആല മൗദൂദി സാഹിബ് ഹാക്കിമിയത്ത് അവതരിപ്പിച്ചപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ അതിനെ എതിർത്തു. അവിടെ ശരിയുടെ പക്ഷത്ത് മൗദൂദിയാണെന്നും അതിനെ എതിർത്ത മുജാഹിദ് പണ്ഡിതന്മാർക്കാണ് സത്യത്തിൽ തെറ്റുപറ്റിയത് എന്നും സലഫിയത്തിൻ്റെ കുപ്പായമിട്ടിട്ടുള്ള കുട്ടികൾ പറയാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് മാറിയത്. ശരിക്കും മൗലവി അവസാനിപ്പിച്ച് വെക്കുന്ന, മൗലവി ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സംസാരിച്ച് വെക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മഹാപണ്ഡിതന്മാരുടെ ഹാക്കിമിയത്തിനെ പറ്റിയിട്ടുള്ള വീക്ഷണങ്ങൾ. ഒന്ന് സലഫിയത്തിൻ്റെ അടിത്തറയിലുള്ളത് മൗലാന ആസാദിൻ്റെ ഹാക്കിമിയത്ത്. അതന്നെയാണ് ആ ഹാക്കിമിയത്തിനെ പറ്റിയിട്ട് കെ എം മൗലവി സംസാരിച്ചിട്ടുണ്ട്, വക്കം മൗലവി സംസാരിച്ചിട്ടുണ്ട്, ഉമർ മൗലവി സംസാരിച്ചിട്ടുണ്ട്. ആ ഹാക്കിമിയത്ത് സലഫികൾ സ്വീകരിക്കണം. അത് രണ്ട് വിധത്തിലാണ്. ഒന്ന് അത് ഹാക്കിമിയത്തു തക്വീനിയ എന്ന് പറയും, അഥവാ പ്രകൃതിപരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഭരണം സംബന്ധമായിട്ടുള്ള അതിൻ്റെ അധികാരങ്ങൾ, പ്രാപഞ്ചിക നിയമങ്ങൾ അത് സംവിധാനിക്കുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ പടച്ചോൻ മാത്രമാണ്. അവൻ കുൻ ഫയക്കുൻ, അവനതുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭരണക്രമത്തെയാണ്, ആ ഭരണ സംവിധാനത്തിനെയാണ് നമ്മൾ ഈ പ്രകൃതിപരമായിട്ടുള്ള ഹാക്കിമിയത്ത് എന്ന് പറയാം. അത് ഒന്ന്. രണ്ടാമത്തേത് അൽ ഹാക്കിമിയത്തു തശ്രീയ എന്ന് പറയും, അഥവാ മതപരമായിട്ടുള്ള ഹലാലും ഹറാമും നിർമ്മിക്കാനുള്ള പടച്ചവൻ്റെ അവകാശം. അത് പടച്ചവനക്ക് മാത്രമുള്ളൂ. അത് മറ്റാർക്കെങ്കിലും വകവെച്ചു കൊടുത്താൽ അത് കുഫറാണ്, ഷിർക്കാണ്. ഇതാണ് ഹാക്കിമിയത്ത്, പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഹാക്കിമിയത്ത്. ഈ ഹാക്കിമിയത്താണ് സലഫി ലോകത്തെ എല്ലാ പണ്ഡിതന്മാരും, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരെല്ലാം തന്നെ സമൂഹത്തെ പഠിപ്പിച്ചത്. ഈ ഹാക്കിമിയത്തിന്, ഇതിന് ഹാക്കിമിയത്ത് എന്ന് പ്രത്യേകം പേരിട്ടിട്ട് അവർ പരിചയപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഇത് റുബൂബിയത്തിൻ്റെയും ഉലൂഹിയത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു എന്താ പറയുക ഉപഭാഗമാണ് ഈ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ അതിനെ പേരിട്ട് പ്രത്യേകം വിളിക്കേണ്ടതില്ല, അങ്ങനെ വിളിച്ചിരുന്നില്ല.
പക്ഷേ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്ത് എന്താണെന്ന് പറഞ്ഞാൽ, മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്ത് ഈ പറയുന്ന മതനിയമ നിർമ്മാണം നടത്താനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടുള്ള, അഥവാ ഹറാമും ഹലാലും നിർമ്മിക്കാനുള്ള പടച്ചോൻ്റെ അവകാശം മാത്രമാണ്, മനുഷ്യർക്ക് അതിന് ഉള്ള അവകാശമില്ല എന്ന ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നോ, അല്ലെങ്കിൽ പ്രാപഞ്ചിക നിയമനിർമ്മാണത്തിൻ്റെ അധികാരം പടച്ചോന് മാത്രമുള്ളൂ എന്ന ആ ഇസ്ലാമിക പ്രമാണങ്ങളുടെ വീക്ഷണത്തിൽ നിന്നോ അല്ല മൗദൂദിയുടെ ഹാക്കിമിയത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്ത് രൂപപ്പെടുന്നത് ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്ന വീക്ഷണത്തിൽ നിന്നാണ്. അഥവാ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി, അതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ അഡ്രസ്സ് അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ കൊണ്ടുവരാൻ പോവാണെന്ന് പറഞ്ഞു. അവിടെ എന്താണ് മനുഷ്യനെ ഖലീഫ എന്നതുകൊണ്ട് അള്ളാഹ് അഡ്രസ്സ് ചെയ്തത് എന്താണ്? മൗദൂദി സാഹിബ് മറ്റു മുഫസ്സറുകൾ, അദ്ദേഹം ഒരു മുഫസ്സറല്ല, എന്നാൽ അദ്ദേഹത്തിന് തഫ്സീർ ഗ്രന്ഥമുണ്ട്, മറ്റു മുഫസ്സറുകൾ പറഞ്ഞതിൽ നിന്ന് വളരെ പുത്തനായൊരാശയമാണ് മൗദൂദി സാഹിബ് അവതരിപ്പിക്കുന്നത്. മറ്റു മുഫസ്സറുകൾ ചർച്ച ചെയ്തപ്പോൾ കാണാം എന്തുകൊണ്ടാണ് ഖലീഫ എന്ന് മനുഷ്യനവിടെ സംസാരിക്കാനുള്ള കാരണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ചർച്ചകൾ കാണാം. ഒരു സമൂഹത്തിന് ശേഷം വരുന്നൊരു സമൂഹം എന്ന നിലക്ക് ആണ്, അഥവാ ഈ ഭൂമിയിലുണ്ടായിരുന്ന വലിയൊരു സമൂഹത്തെ തുടച്ചു നീക്കി പകരം വരുന്നൊരു സമൂഹം എന്ന നിലക്കാണ് പിൻഗാമിത്വത്തെപ്പറ്റി സംസാരിച്ചത്. അതല്ലെങ്കിൽ ജിന്നുകൾക്ക് ശേഷം ജിന്നുകളെ മാറ്റിയിട്ട് ഭൂമിയിൽ മനുഷ്യർക്ക് കൊണ്ടുവരുന്നു, അതുകൊണ്ട് ആ നിലക്കുള്ള പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെയൊക്കെ വിവിധ ചർച്ചകളുണ്ട് അഹ്ലു സുന്നയുടെ തഫ്സീറുകളിൽ. ഇതല്ലാതെ മൗദൂദി പറയുന്നത് പോലെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഒരു ഭരണം, അതാണ് ഹുക്കൂമത്തെ ഇലാഹി എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത്, ദൈവിക ഭരണകൂടം. ഈ ദൈവിക ഭരണകൂടം സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഖലീഫയായിട്ട് ഈ പണി ചെയ്യാൻ ഏർപ്പെടുത്തിയ പ്രതിനിധിയാണ് മനുഷ്യൻ. അപ്പോൾ മനുഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ പണിയെടുക്കലാണ്. ഈ പണിയെടുക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കാനും നിരന്തരം ട്രെയിനിങ് കൊടുക്കാനാണ് ആരാധനകൾ അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നിർബന്ധാക്കിയത്. നമസ്കാരത്തെ പറ്റിയിട്ട് മൗദൂദി സാഹിബ് പറയുമല്ലോ, ഒരു ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് സുസംഘടിതമായ ഒരു ഭരണകൂടത്തെ സംസ്ഥാപിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കാനുള്ള ട്രെയിനിങ് കോഴ്സാണ് ഈ നമസ്കാരം എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത്. വെറുതെ അതിൻ്റെ ഭംഗി സൂചിപ്പിക്കാനല്ല, മറിച്ച് ഈ പ്രാതിനിധ്യം ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്ന ഈ പ്രാതിനിധ്യ വ്യവസ്ഥ, അതിന് വേണ്ടിയിട്ടാണ് എല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റിയിട്ട് സയ്യിദ് അബുൽ മൗദൂദി സാഹിബിൻ്റെ 4 സാങ്കേതിക ശബ്ദങ്ങൾ എന്ന് പറയുന്ന പുസ്തകം IPH ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങൾ നോക്കിയാൽ അദ്ദേഹം ഇങ്ങനെ രസകരമായിട്ടത് പറയുന്ന കേൾക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും അതെന്താണ്, ആരാധന, പ്രാർത്ഥന, നേർച്ച, വഴിപാട്, ഇതൊക്കെ പഠിച്ചവർക്ക് മാത്രമുള്ളൂ എന്നാണ് വിചാരിക്കുക. 4 സാങ്കേതിക ശബ്ദങ്ങൾ, ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ. അപ്പോൾ അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, ഞാൻ അല്പം കൂടി ഇതിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് എൻ്റെ അകത്തേക്ക് പോവാണെന്നാണ്. തൗഹീദിനെ പറ്റി, ശിർക്കിനെ പറ്റി, ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി അദ്ദേഹം വിശദീകരിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ സംസാരിക്കുന്നതിൽ നിന്ന് ഞാൻ കർട്ടൻ കുറച്ച് നീക്കി എൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഉള്ളിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവും അതെന്താണ്, അത് ഭൂമിയിലെ എല്ലാ അധികാരങ്ങളും പിഴുതെറിഞ്ഞ് അള്ളാഹുവിൻ്റെ നിയമം ഇവിടെ സ്ഥാപിക്കുക, ഹുക്കൂമത്തയിലായി സ്ഥാപിക്കുക എന്ന ആശയത്തിന് വേണ്ടിയിട്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ആശയാണ് അടിത്തറ. അതിൻ്റെ അടിത്തറക്ക് മേലുള്ളതാണ് പ്രാർത്ഥന, നേർച്ച, ആരാധന, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം എന്നുള്ളത് അടിത്തറയുടെ മേലെ ഉള്ള കാര്യമാണ്. അടിത്തറ അതല്ല എന്നാണ് മൗദൂദി സാഹിബ് അതിൽ സ്ഥാപിക്കുന്നത്. നിങ്ങൾ ആ പുസ്തകം നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് ഇവിടെ മൗദൂദിയുടെ ഹാക്കിമിയത്ത് തികച്ചും പൊളിറ്റിക്കൽ വീക്ഷണമാണ്. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് വിളിക്കാനുള്ള കാരണം അതാണ്. മറ്റേ അബുൽ കലാം ആസാദ് പറഞ്ഞതോ മറ്റ് സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസും ചർച്ച ചെയ്ത ഹാക്കിമിയത്താണ്. ഹറാമും ഹലാലും നിർമ്മിക്കാനുള്ള പടച്ചവൻ്റെ അവകാശത്തെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളൂ. മൗദൂദിയുടെ ഹാക്കിമിയത്ത് അത് ചർച്ച ചെയ്തിട്ടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ അഹിമാരായിട്ടുള്ള ആളുകൾ ഈ ട്രാപ്പിൽ വീണിട്ടാണോ അതല്ലെങ്കിൽ അവർ ഓൾറെഡി ട്രാപ്പ് മേക്കേഴ്സാണോ, ട്രാപ്പ് ഉണ്ടാക്കണവരാണോ എന്ന് ഇനി നമ്മളതൊരു വേറെ സ്റ്റഡി നടത്തണം. ഇവരൊക്കെ കുരുക്ക് ഉണ്ടാക്കണവനാണോ കുടുങ്ങിയവനാണോ, കുരുക്ക് കുടുങ്ങിയവനാണോ എന്നാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. അത്രക്കും ഹാക്കിമിയത്തിനെ പറ്റി ഒരു ധാരണയില്ലാതെയാണ്
ഈ പുതിയ കാലത്തെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഈ ചെറിയ കുട്ടികൾ ഇത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രായം എന്നുള്ളത് വളരെ കുറഞ്ഞതാണ്, ജീവിതാനുഭവം കുറവാണ്, അവരുടെ കൂട്ടത്തിൽ തലനിറച്ച പണ്ഡിതന്മാരെ കാണാൻ തന്നെ കിട്ടാറില്ല. പണ്ടാരോ ഉണ്ടായത് ഫോട്ടോ എടുത്തിട്ട് ഫ്രെയിമിട്ട് വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്, അതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. ഇനി ഇവരൊക്കെ ഡൈ ചെയ്ത് വെളുപ്പിച്ചിട്ട് വേണ്ടി വരും ആ ഒരു ഫീല് കിട്ടാൻ. അതല്ലാതെ അതന്നെ വലിയ ഘടകമാണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ പിഴച്ച സംഘത്തെപ്പറ്റി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അതിൽ ചെറുപ്പക്കാരായ സംഘമായിരിക്കും, പിന്നെ സ്വഹീറുകളായിരിക്കും, ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാരായിരിക്കും, അവരുടെ അടുത്തേക്ക് ഇൽമ അന്വേഷിച്ച് പോകുന്ന അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞല്ലോ. ആ എല്ലാ അസറുകളും അവരുടെ മേൽ കാണാം. അവരാണ് ഇപ്പോൾ ഹാക്കിമിയത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഹാക്കിമിയത്തിൻ്റെ പ്രശ്നം എന്താ? അത് മൗലവി സൂചിപ്പിച്ചത് വളരെ രസകരമാണ്. ഞാനത് നന്നായി ആസ്വദിച്ചിരുന്നു. നിങ്ങളെത്ര ആസ്വദിച്ചോ എന്നറിയില്ല. അപ്പം ഞാൻ ആസ്വദിച്ചത് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാനതിനെ അത് പറയുമ്പോൾ ഞാൻ ആസ്വദിച്ചിരുന്നു. മൗലവിയുടെ ആ വാക്കുകൾ രസകരമായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. അതൊന്ന് പങ്കുവെക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കണം. മനസ്സിലാവാത്തവർക്ക് മനസ്സിലായവരുണ്ടാവും, അവർ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്ക്, ഈ ഹാക്കിമിയത്ത്, 2 ഹാക്കിമിയത്ത് പറഞ്ഞല്ലോ. ആ 2 ഹാക്കിമിയത്ത് പറഞ്ഞ് 2 പേര് ഹാക്കിമിയത്ത് പറഞ്ഞു. ഒന്ന് മൗലാന ആസാദും ഒന്ന് മൗലാന മൗദൂദിയും. 2 മൗലാനമാരിത് പറഞ്ഞു. പക്ഷേ ഒരു മൗലാന അഥവാ ആസാദ്, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുത്തു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു, ഇന്ത്യൻ ജനാധിപത്യത്തെ ശക്തമായി പടുത്തുയർത്തി. സ്വതന്ത്രാനന്ദ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അല്ലേ, വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും അദ്ദേഹം പൊളിറ്റിക്കലിൽ നിന്ന് മാറുന്നില്ല. ഇന്ത്യൻ മതനിരപേക്ഷ ജനാധിപത്യം അതിൻ്റെ പിന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോലും മാറുന്നില്ല എന്ന് മാത്രമല്ല, ഒരു 1000 പുരുഷന്മാർ പ്രവർത്തിക്കുന്ന ആ ഡ്യൂട്ടി മൗലാന അബുൽ കലാം ആസാദ് നിർവഹിച്ചു, ഹാക്കിമിയത്ത് പഠിച്ചിട്ട് തന്നെ. എന്നാൽ സയ്യിദ് അബുൽ ആല മൗദൂദി ഹാക്കിമിയത്ത് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുക എന്നത് മുസ്ലിമിനെ സംബന്ധിച്ച് ഹറാമാണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ 1-2 ഉദ്ധരണി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ മൗദൂദി സാഹിബിൻ്റെ 1-2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താണ്. ഒന്ന്, മൗദൂദി സാഹിബിൻ്റെ ഹാക്കിമിയത്തും ഇന്ത്യൻ ജനാധിപത്യവും കൂടി നിങ്ങൾ നോക്കണം. മൗദൂദി ഹാക്കിമിയത്ത് എങ്ങനെ ഇന്ത്യൻ ജനാധിപത്യത്തെ നോക്കിക്കാണുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അഹിമാർ, ഈ പറഞ്ഞ അസരിയാക്കൾ, അവർ സംസാരിക്കുന്നത് ഇവിടെ അള്ളാഹ് ഹറാമാക്കിയത് ഇവിടെ ഹലാലാണല്ലോ. ഇപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക, മദ്യം അള്ളാഹ് ഹറാമാണ്, ഇസ്ലാമി ശരീഅത്തിൽ ഹറാമാണ്, ഇന്ത്യൻ ഭരണത്തിലോ മദ്യം അനുവദനീയാണ്. അപ്പോൾ ഈ ഹാക്കിമിയത്തിന് എതിരായല്ലോ. അതുപോലെ തന്നെ ഇവിടെ പന്നിമാംസം തിന്നാം, അതുപോലെ തന്നെ സ്വവർഗാനുരാഗികൾക്ക് അവർക്ക് കപ്പിൾസായിട്ട് ജീവിക്കാം. അപ്പോൾ ഇസ്ലാമി ശരീഅത്തിൽ അത് പറ്റൂലല്ലോ. അപ്പോൾ അതൊക്കെ പിന്നെ ഹറാമോ ഹലാലും മാറ്റിമറിക്കലായില്ലേ, അപ്പോൾ അള്ളാഹുടെ ഹാക്കിമിയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നില്ലേ എന്നാണ് അവർ പറയാം. അത് മുൻനിർത്തിയിട്ടാണ് അവർ ഈ ഹാക്കിമിയത്ത്, സയ്യിദ് അബുൽ ആല പറഞ്ഞ ഹാക്കിമിയത്താണ് ശരി, അതിനെ ചോദ്യം ചെയ്ത മുജാഹിദ് പണ്ഡിതന്മാരുടെ നിലപാടാണ് തെറ്റ് എന്നവർ പറയുന്നത്. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. വാസ്തവത്തിൽ ഇതൊരു മതേതര ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഇസ്ലാമിക പിന്നെ മുസ്ലിം സമൂഹത്തിന് ഇവിടെ എന്ത് സ്പേസ് ഉണ്ടെന്ന് അന്വേഷിക്കലാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ മതേതര ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തണോ അതല്ല ഇസ്ലാമിക സൊസൈറ്റിനെ ഇസ്ലാമിക ഭരണത്തെ കൊണ്ടുവരണോ എന്നൊരു ചോദ്യം ഒരു കാലത്തും വന്നിട്ടില്ല. മുസ്ലിം സൊസൈറ്റീൻ്റെ മുമ്പിലുള്ളത് 2 ചോദ്യമാണ്. സ്വതന്ത്രാനന്ദ ഭാരതത്തിൽ മുസ്ലിം സൊസൈറ്റി ചോദിക്കപ്പെട്ട 2 ചോദ്യമാണ്. ഒന്ന്, ഫാഷിസം വേണമോ മതനിരപേക്ഷ ജനാധിപത്യം വേണമോ, ഡെമോക്രസി വേണോ ഫാഷിസം വേണോ? ഈ ചോദ്യമാണ് നമുക്ക് മുമ്പിലുണ്ടായത്. ആ ചോദ്യത്തിന് വിവരമുള്ള, ബുദ്ധിയുള്ള, സത്വബോധമുള്ള ഒരു സമൂഹം എന്ന നിലയിൽ വേണ്ട, ഞങ്ങൾക്ക് മതനിരപേക്ഷ ജനാധിപത്യം മതി, പിന്നെ ഈ ഡെമോക്രസി മതി എന്ന് തീരുമാനിച്ചത് മുസ്ലിം സൊസൈറ്റി എടുത്ത ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമാണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം. ന്യൂനപക്ഷ രാഷ്ട്രീയമാവട്ടെ ദേശീയ രാഷ്ട്രീയത്തിലാവട്ടെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു സമൂഹത്തിൻ്റെ അതിജീവനത്തിൻ്റെ സ്വത്വ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിന് ഇടങ്കോലിടലായിരുന്നു സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടം തുടങ്ങുന്ന പിന്നെ അതിൻ്റെ അവസാന സമയം മുതൽ, അഥവാ 1930-കൾ തൊട്ട് ജമാഅത്തെ ഇസ്ലാമി എടുത്ത പണി അതായിരുന്നു. അദ്ദേഹം പറയാണ്, മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്നു പ്രസ്താവിക്കുന്നു, ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഈമാനിനും ഇസ്ലാമിനും ഘടകവിരുദ്ധമാണ്. ഇത്ര അഹിമാർക്കറിയും. അവർ ഘടകവിരുദ്ധമാണെന്ന് തീരുമാനിക്കാൻ എങ്ങനെ? പിന്നെ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാ? ഇവിടെ പാർലമെൻറ്റിനാണ്.
ഇസ്ലാമിലോ അള്ളാഹുവിനാണ്. അപ്പം തന്നെ പൊളിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ടാണ് വരിക. ഇവിടെ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്, ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നമുക്ക് എത്ര സ്പേസ് ഉണ്ട് എന്നന്വേഷിച്ച് ആ സ്പേസിൽ നമ്മൾ പരമാവധി അതിൽ നിൽക്കുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യാണ് വേണ്ടത്. നമ്മൾ അങ്ങനെ ചേർന്ന് നിന്നാൽ ഒരിക്കലും എന്താവില്ല, ഒരിക്കലും അള്ളാഹുവിനെ എതിരെ ഒരു ഹറാമായ സമീപനായിട്ട്, ഒരു കുഫറായ സമീപനായിട്ട് അത് മാറൂല. അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജാവിൻ്റെ നിയമത്തിൽ സഹോദരനെ പിടിച്ചു വെക്കാൻ സാധിക്കില്ലായിരുന്നു യൂസുഫ് നബിക്ക്. എന്ന് പറഞ്ഞാൽ യൂസുഫ് നബിൻ്റെ നിയമമല്ല അവിടെ നടന്നിരുന്നത്, രാജാവിൻ്റെ നിയമമാണ്. അപ്പോൾ രാജാവിൻ്റെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം കാണിച്ചു തരാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിൽ പിന്നെ നമ്മുടെ എത്യോപ്യയിലേക്ക് ഹിജറ പോയി. എത്യോപ്യയിലെ രാജാവിൻ്റെ പേരെന്താ? നജ്ജാശി. നജ്ജാശിയെ സംബന്ധിച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് വെച്ച് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം മരിക്കുന്നവരെ അവിടെ ഭരണം നടത്തിയിരുന്നു. ആ ഭരണം ഏത് ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്? ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണക്രമത്തിൽ ഇടപെട്ടിരുന്ന പിന്നെ ഈ പറഞ്ഞ ഈ ക്രൈസ്തവ പണ്ഡിതന്മാരുടെ, ക്രൈസ്തവ പുരോഹിതന്മാരുടെ നിർദ്ദേശാനുസരണമുള്ള ഒരു ഭരണക്രമം തന്നെയാണ് അവിടെ മുന്നോട്ട് പോയിരുന്നത്, അല്ലാതെ ഇസ്ലാമിക ഭരണമല്ല. അപ്പോൾ എവിടെയും മുസ്ലിമിന് ഭരണകൂടങ്ങളിൽ കിട്ടാവുന്ന സ്പേസുകൾ ഉപയോഗിക്കാൻ ഹാക്കിമിയത്ത് ഒരു തടസ്സമല്ല, അത് തടസ്സമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അബുൽ അല മൗദൂദി സാഹിബ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, നിങ്ങളതിൻ്റെ മുമ്പിൽ സർവാത്മന തല കുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങളതിൻ്റെ സംസ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജനാധിപത്യ ഡെമോക്രസി ഉണ്ടല്ലോ, ഡെമോക്രസിയുടെ പിന്നെ നടത്തിപ്പിൽ, അഥവാ അതിൽ പിന്നെ പാർട്ടിയിൽ പങ്കെടുക്കുക, വോട്ട് ചെയ്യുക, അതിൽ ഇലക്ഷനിൽ മത്സരിക്കുക, MLA ആവുക, വാർഡ് മെമ്പറാകുക, മന്ത്രിയാകുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങളതിൻ്റെ കൊടി പിടിക്കുകയാണെങ്കിൽ, ഇന്ത്യയുടെ കൊടി നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ ദൈവത്തിനെതിരെ രാജ്യദ്രോഹക്കൊടി ഉയർത്തലായിരിക്കും അത്. ഏതൊരു പരിശുദ്ധ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളെന്ന് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടോ അതിൻ്റെ ആത്മാവും ഈ അവിശുദ്ധ വ്യവസ്ഥയുടെ ആത്മാവും തമ്മിൽ തുറന്ന സമരത്തിലാണ്. അതിൻ്റെ മൗലിക തത്വങ്ങളും ഇതിൻ്റെ മൗലിക തത്വങ്ങളും തമ്മിൽ പ്രത്യക്ഷ സംഘട്ടനത്തിലാണ്. അതിൻ്റെ ഓരോ ഘടകവും ഇതിൻ്റെ ഓരോ ഘടകവുമായി സന്ധിയില്ലാത്ത യുദ്ധമാണ്. പ്രസ്തുത വ്യവസ്ഥിതിയുമായി ഇസ്ലാം യോജിക്കുന്ന ഒറ്റ പോയിന്റുമില്ല. ആ വ്യവസ്ഥിതി അധികാരം വാഴുന്നിടത്ത് ഇസ്ലാം വെറും ജലരേഖയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം പേജ് 32, 33, 1979 ഇറക്കി അബുൽ അല മൗദൂദി ഒരു പുസ്തകം. ഇപ്പോൾ പുസ്തകത്തിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്നല്ല ഇപ്പം അതിൻ്റെ പേര് വേറെന്തോ, മതേതരത്വം, ദേശീയത, ഒരു താത്വിക വിശകലനം എന്നാക്കിൻ്റെ പേര്. അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശമായിട്ട് അവതരിപ്പിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതാണ് മൗദൂദിയുടെ ഹാക്കിമിയത്ത്. മൗദൂദിയുടെ ഹാക്കിമിയത്ത് അനുസരിച്ചിട്ട് ഈ രാജ്യത്തിന് അനുഗുണമാകുന്ന ഒരു ഏർപ്പാടിലും നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല. ഏർപ്പെട്ടാൽ അത് കുഫറാണ്. അപ്പോൾ ജമാഅത്താരൊക്കെ ഇപ്പോൾ ഏർപ്പെടുണ്ടല്ലോ. അതാണ് പറഞ്ഞത്, ജമാഅത്താർക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിൽ അവർ പിന്നെ മുന്നോട്ടിങ്ങനെ പോയി കഴിഞ്ഞാൽ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കി. ആദ്യകാലത്ത് ജമാഅത്താർ വോട്ട് ചെയ്തിരുന്നില്ലല്ലോ, അല്ലേ? ഇപ്പോഴത്തെ ആൾക്കാർക്ക് അറിയുമെന്നറിയില്ല. ആദ്യകാലത്ത് ഒരു ജമാഅത്താർ വോട്ട് ചെയ്തിരുന്നില്ല. പഴയ മുജാഹിദിലോട് ചോദിച്ചാൽ മതി, അന്നത്തെ അടി അതായിരുന്നു. വോട്ട് ചെയ്യലും, നമ്മൾ വോട്ട് ചെയ്യും, അവർ വോട്ട് ചെയ്യില്ല. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് വന്നപ്പോൾ അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പണ്ടേ വോട്ട് ചെയ്യലുണ്ട്. അപ്പോൾ അത് മാറ്റി അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പരമാധികാരം അള്ളാഹുവിനെ മാത്രമാണ് നെയ്യത്ത് ചെയ്തിട്ട് വോട്ട് ചെയ്യുന്നത്, നിങ്ങളങ്ങനല്ല, പരമാധികാരം ആർക്കും ഇന്ദിരാഗാന്ധിക്കെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ വോട്ട് ശിർക്കും, ഞങ്ങൾ വോട്ട് തൗഹീദും, ഇങ്ങനെ വേർതിരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും പിടിച്ചിരിക്കാൻ പറ്റും ഇല്ല. സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. ഒരു ഹലാലായ റൊട്ടി പോലും നിങ്ങൾക്ക് അനിസ്ലാമിക, അതായത് മതനിരപേക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് ഒരു ഹലാലായ റൊട്ടി പോലും നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് റസാഇൽ വ മസാഇൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സയ്യിദ് അബുൽ അല മൗദൂദി സാഹിബ് പറഞ്ഞത്. ഒരു പോയിന്റില്ല. നിങ്ങൾക്ക് ജനാധിപത്യവും മതനിരപേക്ഷവുമായിട്ട് ഇസ്ലാം യോജിക്കുന്ന ധാരാളം പോയിന്റ് ഉണ്ട്, അല്ലേ? ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും യോജിക്കുന്ന ധാരാളം പോയിന്റുകളുണ്ട്. വിയോജിക്കുന്ന പോയിന്റുകളിൽ പോലും ആ വിയോജിപ്പ് നിലനിർത്തിയിട്ട് യോജിക്കുന്ന പോയിന്റുകളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള സ്പേസ് ജനാധിപത്യത്തിലുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരു ബഹുസ്വര സമൂഹത്തിൽ ജനാധിപത്യം അല്ലാതെ വേറൊരു സാധനം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയിൽ ഏത് അപ്ലൈ ചെയ്യാൻ പറ്റുക?
ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യം, അതിന് കുറേ ദോഷങ്ങളും കുറവും ഒക്കെ ഉണ്ടാവും. പക്ഷേ മതേതര ജനാധിപത്യം മാത്രമാണ് ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പോൾ മൗദൂദി സാഹിബ് ഇത് തുറന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ പറഞ്ഞു. പിന്നെ റസായിൽ വ മസായിൽ പേജ് ഭാഗം 1 പേജ് 315 അദ്ദേഹം പറയാണ്, അതിനാൽ ഞങ്ങൾ പറയുന്നു, ജമാഅത്ത് ഇസ്ലാമി പറയുന്നു, ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഏതെല്ലാം പാർലമെൻറ്റുകളും അസംബ്ലികളും ഇന്ന് നിലവിലുണ്ടോ അവയിൽ അംഗമാകുന്നത് ഹറാമാണ്, അവക്ക് വോട്ട് ചെയ്യുന്നത് ഹറാമാണ്. എന്തുകൊണ്ടെന്നാൽ വോട്ട് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം തന്നെ തൗഹീദിൻ്റെ പരിപൂർണ നിഷേധമായ നിയമനിർമ്മാണം നിലവിലുള്ള ഭരണഘടനയ്ക്കനുസൃതമായി നിർവഹിക്കാൻ ഒരാളെ നാം തന്നെ തിരഞ്ഞെടുക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം ആർക്കല്ല? അള്ളാഹുവിനല്ല, വി.ഡി. സതീശനാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യൽ സംഭവിക്കുന്നത്. പ്രാക്ടിക്കൽ തലത്തിൽ, താത്വികമായിട്ടല്ല. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല, പടച്ചവന് മാത്രമാണ് നിയമനിർമ്മാണത്തിനുള്ള അധികാരം, പക്ഷേ ഇവിടെ ഒരു ഭരണാധികാരി വേണമല്ലോ എന്ന നിലയ്ക്ക് ഞാൻ വി.ഡി. സതീശന് വോട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ പിണറായി വിജയന് വോട്ട് ചെയ്യാണ് എന്ന് വിചാരിച്ച് നമ്മൾ വോട്ട് ചെയ്താലും പറ്റില്ല. പ്രാക്ടിക്കൽ തലത്തിൽ നിങ്ങൾ ചെയ്ത പണി എന്താണ്? നിങ്ങൾ ചെയ്ത പണി നിയമനിർമ്മാണത്തിനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ് എന്നത് മാറ്റിമറിച്ചു. അതിൽ നിങ്ങൾ ഇടപെട്ടു, തൗഹീദിൽ മാറ്റിമറിച്ചു. അദ്ദേഹം പറയുന്നത്, അവസാനിപ്പിക്കുന്നത്, ശരിക്കും ശ്രദ്ധിച്ചോളണം, ലോക സാമൂഹിക ഘടന മാറ്റിമറിച്ച് അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥ നടപ്പിലാക്കാൻ വേണ്ടി ഇസ്ലാം അണിനിരത്തുന്ന അന്താരാഷ്ട്ര വിപ്ലവ സംഘടന ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി, അദ്ദേഹത്തിൻ്റെ തന്നെ ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിച്ചിരിക്കുക, ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടിയുടെ പേരാണ് മുസ്ലിങ്ങൾ എന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? ലോക സാമൂഹിക ഘടന മാറ്റിമറിക്കണം, നമ്മുടെ ഡ്യൂട്ടിയാണ്. ലോക സാമൂഹിക ഘടന മാറ്റിമറിച്ചിട്ട് ഇസ്ലാമിൻ്റെ ഭരണവ്യവസ്ഥ നടപ്പിൽ വരുത്തുന്ന ഇൻ്റർനാഷണൽ റവല്യൂഷണറി പാർട്ടി, ഇതാണ് ആര്? മുസ്ലിം. തഫ്ഹീമാത്തിൻ്റെ ഭാഗം 1 അദ്ദേഹം ജിഹാദ് ഫീ സബീലില്ല എന്ന് പറയുന്ന ഭാഗത്ത് അദ്ദേഹം ഇത് രേഖപ്പെടുത്തി കാണാം. എന്ന് പറഞ്ഞാൽ പച്ചയായ ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും കൊണ്ടെത്തിക്കാവുന്ന, സമൂഹത്തിനെ കലുഷമാക്കാവുന്ന ഒരു ആശയമാണ് അബുൽ അല മൗദൂദി അവതരിപ്പിച്ച ഹാക്കിമിയത്ത്. ഈ ഹാക്കിമിയത്താണ് ഇന്ന് ഈ പറഞ്ഞ സുറൂറികൾ, ഈ പറഞ്ഞ ദമ്മാജികൾ, ഈ പറഞ്ഞ അസലിയാക്കൾ, അഹിമാർ സൊസൈറ്റിയെ വീണ്ടും പഠിപ്പിക്കുന്നത്. കെ സക്കീരിയ സ്വലായി, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ഒരു അവസാന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട കുട്ടികൾ, മൂസിനും സാജിദൊക്കെ പോലത്തെ കുട്ടികൾ വന്നിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് അതിൽ ഗൗരവമുണ്ട്, നമ്മളത് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട്. ഹാക്കിമിയത്ത് നമ്മുടെ ഉമർ മൗലവി വെട്ടിയെടുത്തുനിന്ന് പോരാ, ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലും സ്വാധീനിച്ചു ഈ ഹാക്കിമിയത്ത് വാദികൾ. നിങ്ങൾ നോക്ക്, ഈ ഹാക്കിമിയത്ത് ഹറാമു ഹലാലുണ്ടാക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രം എന്നതിൽ ഒതുങ്ങുന്നതല്ല. നമ്മൾ ഈ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് എന്താ? ഹറാമു ഹലാലും. അഥവാ മതപരമായ നിയമനിർമ്മാണം ഉണ്ടാക്കാനുള്ള അവകാശം ആർക്കുള്ളൂ? അള്ളാഹ്ക്കുള്ളൂ. വി.ഡി. സതീശന് മതപരമായ നിയമനിർമ്മാണം, വി.ഡി. സതീശനൊന്ന് പറയട്ടെ, നാളെ മുതൽ മുസ്ലിം സൊസൈറ്റി 5 നേരം സ്കരിക്കണ്ട, 4 മതി എന്ന് തീരുമാനിച്ചാൽ നമ്മളൊക്കെ അംഗീകരിക്കോ? അദ്ദേഹം അത് പറയോ? പിണറായി വിജയൻ പറയാണ്, അദ്ദേഹം നിരീശ്വരവാദിയാണ്, അദ്ദേഹം പറയാണ് നാളെ മുതൽ മുസ്ലിങ്ങൾ ബാങ്ക് കൊടുക്കണ്ട നിസ്കരിക്കാൻ, വേറെന്തെങ്കിലും ഒരു ഗവൺമെൻറ് എഴുതി തരാം, അത് ചൊല്ലിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. മതത്തുമ്പ നിയമനിർമ്മാണം നടത്തുന്ന തൊട്ടാൽ മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല, ഇവിടെയുള്ള ഒരു മുസ്ലിം അംഗീകരിക്കൂല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിൻ്റെ വിഷയം അതല്ല, മൗദൂദിയുടെ ഹാക്കിമിയത്ത് അതല്ല, നമ്മൾ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ അജണ്ട ആണുള്ളത്. ഇവിടെ ഓരോ സൊസൈറ്റിയുടെയും ഭരണകൂടങ്ങളെ അട്ടിമറിച്ചിട്ട് അവരുദ്ദേശിക്കുന്ന ഒരു ഹുക്കൂമത്തേലായി സ്ഥാപിക്കുക, അതിനു വേണ്ടിയിട്ട് പച്ചയായ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇവർക്കെതിരെ ഭരണകൂടങ്ങൾ തിരിയുകയും നിരോധനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അങ്ങനെ നിരോധനം ഏർപ്പെടുത്തിയപ്പോഴാണ് ഈജിപ്തിൽ നിരോധനം വന്നു, അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് നിരോധനം വന്നു. പ്രത്യേകിച്ച് RSSനെ നിരോധിക്കുന്ന സമയത്ത് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിനെ നിരോധിച്ചിരുന്നു. ഇങ്ങനെ പോയാൽ, നമ്മളുടെ ഹാക്കിമിയത്ത് പച്ചയായി തുറന്നു പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഈ അവസരങ്ങൾ പലതും ഇതുപോലെ ബ്ലോക്ക് ചെയ്യപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ടീം മാറി. ഇവരുടെ വീക്ഷണങ്ങൾ എന്തായി? ഒന്ന്, ഇവർക്ക് നേരിടാനുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട 2 വിഭാഗമാണ്. ഒന്ന് ഇവിടുത്തെ സെക്യുലറിസ്റ്റുകളാണ്,
അഥവാ മതനിരപേക്ഷവാദികൾ അവർ കഠിനമായിട്ട് ഇവരെ വിമർശിക്കാൻ തുടങ്ങി. മതരാഷ്ട്രവാദം എന്ന ഒരു കോയിൻ ഇവർക്ക് മേൽ ഇട്ടുകൊടുത്തു. അവർ വളരെ ശക്തമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. മറ്റൊന്ന് സലഫികളാണ്. ഏറ്റവും അധികം ഇവർ ഡാമേജ് ഇവർക്ക് സംഭവിച്ചത് മഹാനായ ഉമർ മൗലവി റഹിമഹുല്ലയുടെ ആ പടയോട്ടമായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്ത ആ പടയോട്ടം, അതിലാണ് ഇവർക്ക് കാലടറിയത്. ആ കാലടർച്ചയിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഇവരുടെ ഭാവമാറ്റം, പുതിയ കാലത്തിൻ്റെ ഭാവമാറ്റം പ്രസക്തമാകുന്നത്. ഇവരെന്ത് ചെയ്യാണ്? ഇവർ വേറൊരു തലത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ നരേറ്റീവ് സൃഷ്ടിക്കുന്ന മേഖലകളിൽ, ഒരു സൊസൈറ്റിക്കിടയിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്ന മേഖലകൾ ഇവർ കണ്ടെത്തി. അതിനുവേണ്ടി ആദ്യം മാധ്യമം, പത്രം തുടങ്ങി. ഇപ്പോൾ മീഡിയ വണ്ണ് തുടങ്ങി. മീഡിയ വണ്ണ് സ്വാധീനിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഞാനടക്കം. മീഡിയ വണ്ണിൻ്റെ ചർച്ചകൾ സ്വാധീനിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? മീഡിയ വണ്ണ് കാണുമ്പോൾ ഹാക്കിമീയത്തും ഹുക്കൂമത്തെ ഇലാഹിയും മനസ്സിലാക്കിയിട്ടല്ലാതെ മീഡിയ വൺ കാണരുത് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രോഗ്രാമല്ല ഞാൻ പറയുന്നത്. ഈ നമ്മളെ എന്താ പറയുക, തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാം, പ്രത്യേകിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് പോലത്തെ പ്രോഗ്രാമുകൾ, ഒരു ഇൻ്റലക്ച്വൽ ഡിബേറ്റുകൾ, ഇൻ്റലക്ച്വൽ ഡിസ്കഷനുകൾ, അത് കാണുമ്പോൾ പ്രത്യേകിച്ച് സി ദാവൂദിനെ പോലെയുള്ള ആളുകൾ പഠിച്ച ഹാക്കിമിയത്വവാദിയാണ്, പഠിച്ച ഹാക്കിമിയത്വവാദിയാണ്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ വികസിപ്പിച്ചെടുത്ത ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് മനസ്സിലാവാത്തതാണ്. നമുക്ക് ഇത്ര ഫ്ലെക്സിബിൾ ആകാൻ പറ്റുമോ? നമ്മുടെ സ്വന്തം ദീനിനും ആശയത്തിനും ആദർശത്തിനൊക്കെ എതിരായ കാര്യങ്ങളിൽ കൂടി സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവണില്ല. അങ്ങനെയാണ് അവർക്ക് എങ്ങനെ കഴിയും? നമ്മൾ ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇവർക്ക് കഴിയും. ഇവർക്ക് എത്രത്തോളം കഴിയുമെന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റി നിങ്ങൾ നോക്കിക്കോ, ഈ സൊസൈറ്റി സ്വർഗാനുരാഗം അംഗീകരിച്ചാൽ ആദ്യമായിട്ട് മുസ്ലിം സംഘടനകളിൽ നിന്ന് അതിനെ അംഗീകരിക്കുന്ന ആരായിരിക്കും? ജമാഅത്ത് ഇസ്ലാമായിരിക്കും. ഇപ്പം എന്തുകൊണ്ടില്ലാത്തത്? ഇപ്പം വലിയൊരു പ്രതിപക്ഷമുണ്ട്. ആ പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് എന്തുണ്ട്? വളരെ ശക്തമായ എവിഡൻസ് ഉണ്ട്, സംവദിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ മുമ്പ് പിടിച്ചിക്കാൻ ലിബറലിസ്റ്റുകൾക്കും പറ്റൂല, എത്തിസ്റ്റുകൾക്കും പറ്റൂല എന്ന് നല്ല ബോധ്യമുണ്ട്. ഇത് കീഴ്മേൽ മറിഞ്ഞിട്ട് സൊസൈറ്റിയിലെ ഭൂരിപക്ഷം മറിയുകയും അവർ ആധിപത്യം ചെലുത്തുകയും ചെയ്താൽ പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇത്തരം ലെസ്ബിയൻ ഗേ കപ്പിൾസിനെ അംഗീകരിക്കലാണ് എന്ന് വന്നു കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് അതും അംഗീകരിക്കാൻ പാടിണ്ടാവില്ല. അന്ന് നമുക്ക് പറ്റൂല. നമ്മൾ ഒറ്റപ്പെട്ടവനും പിന്തിരിപ്പനും 6-ാം നൂറ്റാണ്ടിലെ കാടനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഇത് അംഗീകരിക്കാതെ. പക്ഷെ അവർക്ക് സാധിക്കും. അതാണ് അവരുടെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഈ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുന്നത് ഇവർക്കെതിരെ ഇന്ത്യ ഗവൺമെൻറ് നിരോധനം കൊണ്ടുവരുന്നു. അതുപോലെ ഈജിപ്തിൽ ഇവർക്ക് ഇഖ്വാനുൽ മുസ്ലിമിനെതിരെ നിരോധനം ഭരണകൂടത്തിൻ്റെ, നാസറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിൽ വരുന്നു. അങ്ങനെ ഇവർ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് ഇവർ ഈ പണികളൊക്കെ എടുത്തു തുടങ്ങുന്നത്. ഇവർ വിവിധ ഭാവങ്ങളുള്ള എന്തിലും ഫ്ലെക്സിബിലിറ്റി ആയിട്ട് അലിഞ്ഞു ചേർന്ന് ആ സാധനത്തിൻ്റെ ലെഗസിയെ തുറന്നു കളയുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് സ്വാധീനിച്ചു. മുജാഹിദ് പ്രസ്ഥാനത്തിന് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലെഗസി തുറന്ന് അവസാനം ഈ അഹിമാർ എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അവരിപ്പോൾ മൗദൂദി പറഞ്ഞ ഹാക്കിമിയത്ത് പച്ചയായിട്ട് പരസ്യമായിട്ട് പറയും. നമ്മൾ തിരിച്ചവരെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ, അതിനെപ്പറ്റി ഡിബേറ്റിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ഹാക്കിമിയത്തായിട്ട് എടുത്തു വരും. ഞാൻ പറഞ്ഞു, ഈ 2 ഹാക്കിമിയത്തിൻ്റെ മൗലവി പറഞ്ഞല്ലോ. സലഫി പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഹാക്കിമിയത്താണ് യഥാർത്ഥം. ആ ഹാക്കിമിയത്ത് ഹറാമും ഹലാലും നിശ്ചയിക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു മുസ്ലിം അത് വേറെ ആർക്കും വകവെച്ചു കൊടുക്കില്ല. വകവെച്ചു കൊടുത്ത് അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, ഒരു സംശയമില്ല. പക്ഷേ മൗദൂദിൻ്റെ ഹാക്കിമിയത്ത് ഉണ്ടല്ലോ, ഈ ഹുക്കൂമത്തയിലായി സ്ഥാപിക്കുക, ഈ ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്ന് പറഞ്ഞ ഈ പൊളിറ്റിക്കൽ ഹാക്കിമിയത്ത്, ഈ ഹാക്കിമിയത്ത് അവതരിപ്പിക്കുന്നു. ചോദ്യം ചെയ്യാൻ വരുമ്പോൾ മറ്റേ ഹാക്കിമിയത്ത് കൊണ്ട് മറച്ചു പിടിക്കുന്നു. നമ്മൾ സാറിനെ കാണിച്ച് സൂറിനെ കെട്ടിച്ചെന്നറിയുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇത് സാറയും സൂറയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, ഈ 2 ഹാക്കിമിയത്ത്. അതുകൊണ്ട് ഈ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ രൂപത്തിൽ ഈ ഹാക്കിമിയത്ത് സലഫി തലമുറകളിൽ പറയുന്നതിന് എതിരെ നമ്മൾ അതിശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഈ ചീത്തപ്പേര് നമ്മുടെ തലയിലേക്ക് വരും. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് ഈ ചർച്ചയുടെ ഈ ഭാഗം ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആലോചിക്കുക, അഖീദയിലെ സലഫി അഖീദയിൽ എന്താണ് ഈ അഹിമാരുടെ അവസ്ഥ? ഇസ്തിആനത്തും ബിൽ ജിന്നുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിലപാട് എന്താണ്? ശിർക്കല്ല എന്നാണ് അവരുടെ നിലപാട്. വിഷ്ടത്തിൻ്റെ അതേ വാദമാണ്. ഹയ്യും ഹാദറും ഖാദിറായിട്ടുള്ള ജിന്നുകളോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന വാദമാണ് അവർക്കുള്ളത്. രണ്ടാമത്തത്, ജിന്ന് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ നിലപാടെന്താണ്? ചികിത്സിക്കാനിരിക്കുന്നതാരാ? ഇവർക്ക് ഇന്ന് ദറസ് നടത്തുന്ന ഈ കുട്ടി മൊയിലാക്കന്മാർ, അവരിൽ പലരും ചികിത്സിക്കാൻ തന്നെ ഇരിക്കുന്നവരുണ്ട്, റാഖിമാരായിട്ടിരിക്കുന്നവരുണ്ട്. ഇത് ഒക്കെ ഈ പറഞ്ഞ വ്യതിയാന കക്ഷികളുമായി ബന്ധപ്പെട്ടിട്ട് പോവുക. അതോടൊപ്പം ഹാക്കിമിയത്തും കൂടി ഇവർ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഗൗരവത്തിൽ കാണുകയും ഈ വിഷയത്തിൽ പ്രതിരോധം, സലഫി മാർഗത്തിലുള്ള ഉമർ മൗലവിമാർ ഇനിയും വരണം.
ചുരുക്കി പറഞ്ഞ ഉമർ മൗലവി ഇനിയും ജനിക്കണം നമ്മിലൂടെ. ഇനി ഒരു ഉമർ മൗലവി വരാനില്ല. ഇനി ഉമർ മൗലവി ഞാനാണ്, ഇനി ഉമർ മൗലവി നിങ്ങളാണ്, നമ്മളാണ് ഇനി ഉമർ മൗലവിമാർ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഉമർ മൗലവിക്ക് ഉണ്ടായ ഒരു സാഹചര്യം നേരിട്ടിട്ടല്ലാതെ നമ്മളും പോകാൻ പോകണില്ല. ഉമർ മൗലവിക്ക് ഉണ്ടായ സാഹചര്യം എന്താ? അതൊന്നും നിങ്ങൾ പറഞ്ഞ്. മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉമർ മൗലവി ശക്തമായി രംഗത്ത് വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അകത്ത് നിന്ന് ഉമർ മൗലവി അനുഭവിച്ച പ്രശ്നം എന്താ? ഓർമ്മകളുടെ തീരത്ത് വായിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെട്ടു പോയി. സ്വന്തം സംഘങ്ങൾ വിട്ടുകളഞ്ഞു ഉമർ മൗലവിനെ. കരഞ്ഞു എന്നാണ് പല രാത്രിയും ഉമർ മൗലവി. ഈ ബാത്തിലിനെ തകർക്കാൻ നിൽക്കേണ്ട ആളുകൾ കൂടെ നിൽക്കാതെ വന്നു. ഇത് ഉമർ മൗലവിൻ്റെ മുരടം വാദാണെന്ന് വിചാരിച്ചിട്ട് ഉമർ മൗലവിനെ ഒറ്റപ്പെടുത്തി. ഉമർ മൗലവി അതിൽ തളർന്നിരുന്നെങ്കിൽ അന്ന് നമ്മുടെ ലെഗസി പൊളിഞ്ഞിട്ടുണ്ടാവും, അന്ന് തീർന്നേനെ. ഉമർ മൗലവി വാശി പിടിച്ചിട്ട് സൽസബിൽ എന്നുള്ളൊരു പത്രം ഇറക്കിയിട്ട് നാട് മുഴുവൻ നടന്നുകൊണ്ട് ഈ സാധനം പൊളിച്ച് ചവിട്ടിക്കൂട്ടി ഇതിലിട്ട് കൊട്ടയിലിട്ട്. അപ്പം നമ്മളെ ആളുകൾക്കൊക്കെ തിരിഞ്ഞ് ഉമർ മൗലവി പറഞ്ഞ് ശരിയാണല്ലോ, അന്ന് എല്ലാവരും ഉമർ മൗലവിനെ പൊക്കിയൊക്കെ വെച്ച്. ഇതന്നെ നമുക്കുണ്ടാവാൻ പോണത്. നിങ്ങളെ യൂണിറ്റി പോയിട്ട് ഇവർക്കെതിരെ പ്രവർത്തിച്ച് നോക്കൂ. അവിടുത്തെ കേന്ദ്രന്മാരെന്നെ പറയും, ഇതൊക്കെ എന്തിനാ ഇവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ വല്ലതും ഉണ്ടോ, നമ്മളങ്ങോട്ട് വിട്ടേക്ക്, നമുക്ക് വേറെ എന്തൊക്കെ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം അവർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായിട്ടില്ല. ഹാക്കിമിയത്ത് രണ്ടാമത് ഗർഭം ധരിച്ചിട്ട് നമ്മുടെ കുപ്പായ ഇട്ടിട്ടാണ് വരുന്നത്. എന്നിട്ട് സെലഫിയത്തിൻ്റെ ആകെ സെലഫിയത്ത് എന്ന് പറഞ്ഞാൽ നീളം കുപ്പായ ഇടലും, ആകെ സെലഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേഷഭൂഷാദികളിൽ സെലഫിയത്തിനെ കൊണ്ടുവരിക. ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വ്യതിയാന കക്ഷികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ വേഷഭൂഷാദികളുണ്ടല്ലോ, ശുഹറത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളുണ്ട്. ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമാനം ഉണ്ടാക്കാൻ വേണ്ടി മുന്തിയതാകട്ടെ താന്നതാകട്ടെ ഒരു ശുഹറത്തിൻ്റെ വസ്ത്രം ധരിക്കുക. ഞാനിപ്പോൾ ഒരു കുപ്പായിട്ടിട്ട് നിങ്ങളെല്ലാം എന്നൊരു മുത്തഖിയാണ്, ഒരു ആലിമാണ്, ഒരു വലിയ തഖ്വയുള്ളവനാണെന്ന് വിചാരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടാൽ ആ കുപ്പായം ഞാൻ കളഞ്ഞേക്കണം. മനസ്സിലായേ? പിന്നെ ആ കുപ്പായം ഇടാൻ പാടില്ല, ശുഹറത്തിൻ്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ ഇബ്നു ബത്താൽ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യന് ഏറ്റവും അയാൾ ചെയ്യേണ്ടത് അയാളുടെ നാട്ടിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി സ്വീകരിക്കലാണ്. ബുഖാരിയിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്ന സമയത്ത് അദ്ദേഹം വിശദീകരിക്കുകയാണ്, അത് സ്വീകരിക്കലാണ്. അത് സ്വീകരിക്കാതെ അതിന് വിരുദ്ധമാകുക എന്നത് ശുഹറത്തിൽപ്പെട്ടത് ആയി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പാപമല്ലെങ്കിൽ, ഇപ്പോൾ ബർമൂടയും സാധനമൊക്കെ ഇട്ടിടക്കണ പോലെ പാപകരമായ വസ്ത്രം ഉണ്ടാവും, പൊക്കളും തുടക്കെ കാണിച്ചിട്ട്, അതൊന്നും നമ്മൾ ഇടാൻ പറ്റില്ല. പാപമല്ലെങ്കിൽ, ഇസ്ലാം പറഞ്ഞ ശർത്തും പറഞ്ഞതിനൊന്നും എതിരല്ലെങ്കിൽ ആ സൊസൈറ്റിൻ്റെ വസ്ത്രം ധരിച്ചു പോകണം. ഇമാം സുദ്ദി അദ്ദേഹം ഈ ഹദീസ് വ്യാഖ്യാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സൊസൈറ്റിൻ്റെ വസ്ത്രം ധരിച്ച് നമ്മിലേക്ക് ആളുകളെ ഫോക്കസ് ചെയ്യിപ്പിക്കാതിരിക്കലാണ്. നമ്മളെ മതത്തിൻ്റെ പേരിൽ അടയാളമായിട്ട് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന വസ്ത്രം, ഭാവം, ഹാദി ഒക്കെ ഒഴിവാക്കി നമ്മൾ ആരെങ്ങനെ ശ്രദ്ധിക്കേണ്ട, അല്ല മാത്രം കണ്ടാൽ മതി എന്ന ഒരു രീതിയിലേക്ക് പോകലാണ് യഥാർത്ഥ സൂക്ഷ്മത. പക്ഷേ സെലഫിയത്ത് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് പോവാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം വൈൻഡപ്പ് ചെയ്യാണ്. ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ നിങ്ങളെ ചർച്ചകൾ തുടരണം എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഫർദാണ് സക്കാത്ത് കൊടുക്കുക. നിർബന്ധമാണല്ലോ, ഒരു കഴിവുള്ളവനെ കൊടുക്കൽ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സക്കാത്ത് കൊടുക്കാത്തവൻ്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു, അത് പിന്നെ അവരോട് സമരം ചെയ്തു, നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ളൊരു സംവിധാനം ഉണ്ടോ? അപ്പോൾ ഈ പറയുന്ന ഹാക്കിമിയത്ത് ഉണ്ടെങ്കിലല്ലേ അത് പൂർണ്ണമായും നടത്താൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ഹദ്ദുകൾ, ആ ഭാഗങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കില്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളോടുള്ളൊരു ചോദ്യമാണ്. ഈ ചോദ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് മറുപടി പറയുക? ഇത് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായ ചോദ്യമല്ല. ഇത് ജമാഅത്ത് ഇസ്ലാമി ഇവിടെ 40കളിൽ ഹാക്കിമിയത്ത് പ്രചരിപ്പിച്ചപ്പോൾ ഇവരുടെ ഹാക്കിമിയത്തിൻ്റെ അപകടം മുജാഹിദ് പണ്ഡിതന്മാർ അന്ന് വ്യക്തമാക്കി കൊടുത്തപ്പോൾ അന്ന് മുജാഹിദുകൾക്കെതിരെ വ്യാപകമായിട്ട് അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെ ഇറക്കിയ ചോദ്യമാണ്. ഇന്നിപ്പോൾ ചോദിക്കണത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹ്സിൻ അദീദിനെ പോലെ പിന്നെന്താ ഖാലിക്കും